Hello friends, hi. Good morning to all. It's me Juna Jiju from Ambadi Online Tutorial. Welcome back to Ambadi Online Tutorial. ഓക്കെ, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഞാൻ സ്റ്റഡി വീഡിയോസ് മാത്രമേ കാര്യമായിട്ട് ഇടാറുള്ളൂ. പക്ഷേ ഇപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ വെക്കേഷൻ മൂഡിലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് എൻ്റർടൈൻമെൻറ്റ് വീഡിയോസ് കൂടി ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഞാൻ വിചാരിച്ച് ഏത് വീഡിയോ ആണ് എനിക്ക് ആദ്യം തന്നെ അന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റുക, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു വീഡിയോ തന്നെ ആദ്യമായിട്ട് അപ്ലോഡ് ചെയ്യണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോഴായിരുന്നു ഞാൻ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ എൻ്റെ പല കൂട്ടുകാരും എന്നെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത എനിക്കിവിടെ അടുത്ത് തന്നെയുള്ള എൻ്റെ കളിക്കൂട്ടുകാരിയായ ആ കൂട്ടുകാരിയുടെ മകനെ എൻ്റെ ഓൺലൈൻ ക്ലാസ്സിൽ ചേർത്തിട്ടുണ്ടായിരുന്നു, ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരാഗ്രഹം തോന്നി അവനെയും അതുപോലെ തന്നെ എൻ്റെ കളിക്കൂട്ടുകാരി 12 വർഷത്തിന് ശേഷം, അതുപോലെ എൻ്റെ സ്റ്റുഡൻറ്റിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ചെറിയ കുട്ടിയായിരുന്നപ്പോൾ കണ്ടതാണ്. അതിനുശേഷം പിന്നെ ഓൺലൈനിൽ ജോയിൻ ചെയ്ത് ഓൺലൈനിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു അവരെ ഒന്ന് കാണാൻ പോകാമെന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ ഇന്നലെ അവരെ കാണാൻ പോയി. 12 വർഷത്തിന് ശേഷം ആ കളിക്കൂട്ടുകാരെ കണ്ടു, ഒരുപാട് സംസാരിച്ചു. ആ മകനെ കണ്ടു, സ്റ്റുഡൻറ്റിനെ കണ്ടു. അവൻ നല്ല ടാലൻ്റാണ്, നല്ല കുട്ടിയായിട്ട് വളരുന്നുണ്ട്. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു വീഡിയോ ആയിട്ട് അത് ഇടാം. അപ്പോൾ അവർ വെക്കേഷൻ എങ്ങനെയാണ് എൻജോയ് ചെയ്യുന്നത് അതൊക്കെ ഒന്ന് വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ ഇന്നലെയാണ് ഞാൻ പോയത്. ദാദറിലാണ് ആ ഫ്രണ്ടിൻ്റെ വീട്. അപ്പോൾ ആ പോകുന്ന വഴിയും അതുപോലെ ഞാൻ എവിടെയാണ് എന്നൊന്നും ചിലവർക്കറിയില്ല. അപ്പോൾ ഞാൻ ബോംബെയിൽ കല്യാൺ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഓൺലൈൻ ട്യൂഷൻ എടുക്കുന്നുണ്ട്, അതുപോലെ വീട്ടിലിരുന്നിട്ടും ഓഫ്ലൈനായിട്ടും കുറച്ച് കുട്ടിക്ക് ട്യൂഷനൊക്കെ എടുത്തിട്ട് വരികയാണ്. അപ്പോൾ എന്തായാലും വെക്കേഷൻ മൂഡിലല്ലേ, കുറച്ച് അങ്ങനെയുള്ള എൻ്റർടൈൻമെൻറ്റ് വീഡിയോസ് കൂടി അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നലത്തെ എൻ്റെ ആ വീഡിയോ കണ്ടിട്ട് പോവാം. ഓക്കെ, ഹായ്. നിങ്ങൾക്കിപ്പോൾ ഈ കാണാൻ കഴിയുന്നത് കല്യാൺ സ്റ്റേഷനാണ്. അപ്പോൾ ഇതിലെ കൂടെയാണ് നമ്മൾ ഡൽഹിയിലേക്കുള്ള ട്രെയിനൊക്കെ പാസ് ചെയ്ത് പോകുന്നത്. ഇതിപ്പോൾ ലോക്കൽ ട്രെയിനാണ്. ബോംബെയിൽ ജീവിക്കുന്നവരൊക്കെ ഈ ലോക്കൽ ട്രെയിനിലാണ് ജോലി ചെയ്യുന്നത്. നാട്ടിൽ ബസ്സിൽ ജോലി ചെയ്യുന്നത് ലോക്കൽ ട്രെയിനിലാണ് ജോലി ചെയ്യുന്നത്. നല്ല റഷായിരിക്കും. പക്ഷേ ഇവിടെ ഒരു 11 മണി സമയമാണ്, അതുകൊണ്ട് തന്നെ അധികം റഷ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇൻഡിക്കേറ്റർ ലോക്കൽ. നിങ്ങൾക്കവിടെ ഒരു ഇൻഡിക്കേഷൻ കാണാം, അതിലായിരിക്കും സ്റ്റേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുക. ഇപ്പോൾ പരേൽ സ്റ്റേഷനിലെത്തി, ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് 12 വർഷത്തിന് ശേഷം കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് നമ്മളുള്ളത്. അപ്പം കുറേ സംസാരിക്കുകയൊക്കെ ചെയ്തു. നല്ല ഒരു ദിവസമായിരുന്നു. അതിനുശേഷം ഓൺലൈൻ സ്റ്റുഡൻറ്റ് അവരാദ്യമായിട്ട് എന്നെ കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. അയ്യോ, ഈ ടീച്ചർ ഇത്രയും ഹൈറ്റ് ഉണ്ടായിരുന്നുള്ളൂ, ഓൺലൈനിൽ കാണുമ്പോൾ അങ്ങനെയല്ലോ മനസ്സിലാവില്ല, സ്റ്റുഡൻറ്റ് ഒരേ ഹൈറ്റ് പോലെയാണ് എന്നൊക്കെയാണ് അവൻ പറയുന്നത്. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി ഒരു സെൽഫി എടുക്കുക എന്നൊക്കെ നമ്മൾ സെൽഫി എടുത്തു. അപ്പം എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമായി അവന്. അപ്പോൾ അവർ എന്നുവെച്ചാൽ ഞാനും അവളും വെച്ചാൽ എൻ്റെ വീടിൻ്റെ തൊട്ടിപ്പുറത്തുള്ള കളിക്കൂട്ടുകാരെയാണ്. പക്ഷേ അപ്പോൾ അവർക്കും അതുപോലെ തന്നെ എക്സൈറ്റ്മെൻറ്റ്. അവൻ എനിക്ക് മാങ്ങ പറിച്ചു തന്നു. അതുപോലെ എൻ്റെ കൂട്ടുകാരി എനിക്ക് നല്ല ബിരിയാണി ഉണ്ടാക്കി തന്നു. അവൾക്കറിയാം എൻ്റെ ഫേവറേറ്റ് ഫുഡ് ബിരിയാണി. ബിരിയാണി ഉണ്ടാക്കി തന്നു. നമ്മൾ കുറേ സംസാരിച്ചു. 12 വർഷത്തിന് ശേഷം എനിക്ക് തോന്നുന്നു കല്യാണത്തിന് മുന്നേ കണ്ടത്, കല്യാണത്തിന് ശേഷം 1-2 പ്രാവശ്യം മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എത്രയാണ് സംസാരിക്കാൻ, നമ്മൾ ആ ദിവസം മുഴുവൻ സംസാരിക്കുകയായിരുന്നു.
അപ്പം നല്ല ഫുഡൊക്കെ ഒരുമിച്ച് കഴിക്കാൻ കഴിഞ്ഞു. അത് വലിയ സന്തോഷമായിരുന്നു. കുട്ടികളും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ടാക്കി. അതായത് അവർ നല്ലൊരു ഫ്രണ്ട്ഷിപ്പായിരുന്നു. ബോയ്സിൻ്റെ കൂടെ ഗേൾസിനെ ഒക്കെ നല്ല കളിക്കൂട്ടുമായിരുന്നു. നോക്കുക ബോയ്സിൻ്റെ കൂടെ എന്തൊക്കെ മസ്തിയാണ് കളിക്കുന്നതെന്ന്. അത് നല്ലൊരു ട്രീറ്റായിരുന്നു. താങ്ക് യു മോനിഷ ഫോർ ദിസ് ലവ്ലി ട്രീറ്റ്. നിങ്ങൾ ആ വീഡിയോ കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീടിനടുത്തുള്ള എൻ്റെ ആദ്യ കളിക്കൂട്ടുകാരി എന്ന് തന്നെ പറയാം, അവളാണത്. അപ്പോൾ എനിക്ക് ലൈഫിൽ വളരെയേറെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പല സിറ്റുവേഷൻസിലും. അപ്പോൾ ഈ ഒരു ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് വളരെ സപ്പോർട്ട് ചെയ്ത കുറേ ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ മനസ്സിലാവും ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു വാല്യൂ. എനിക്ക് ഈ വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനുള്ളത്, നമ്മൾ നല്ല ഫ്രണ്ട്സിനെ, കുട്ടികളായാലും പേരൻസ് ആയിക്കഴിഞ്ഞാലും നല്ല ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കാൻ നമുക്ക് കഴിയണം. ഓക്കെ, അതുപോലെ ഇപ്പം വെക്കേഷൻ മൂഡാണ്. വെക്കേഷൻ മൂഡിൽ എന്തായാലും കുട്ടികൾ നല്ല എൻ്റർടൈൻമെൻറ്റ്, നല്ല കുട്ടികൾക്ക് എന്താണ് ചെയ്യാൻ ഇഷ്ടം അതിലേക്ക് കുട്ടികളെ വിടാം. കളിക്കണം, അതായത് ഫിസിക്കലായിട്ട് കുട്ടികൾ കളിക്കണം. അതുപോലെ തന്നെ ഓടുക, ചാടുക, അതുപോലെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ കുറച്ച്. ഇപ്പം തന്നെ ആ വീഡിയോയിൽ നിങ്ങൾ കണ്ടു, ആ മാങ്ങ എനിക്ക് അവർ എറിഞ്ഞിട്ട് കൊണ്ടുത്തന്നത്. ആ കുട്ടിക്കാലത്തെ കുട്ടികൾ എന്തൊക്കെ കളിച്ചിട്ടുണ്ട്, മാങ്ങ എറിഞ്ഞിടുക, അതുപോലെ അതൊക്കെ ഇപ്പം കുറച്ച് കുറഞ്ഞു വരുന്നുണ്ട്. പക്ഷേ കുട്ടികളുടെ ആ കാലം കുട്ടികൾക്ക് കൊടുക്കണം, നിങ്ങളാൽ കഴിയുന്ന വിധത്തിൽ. ഇപ്പം എല്ലാവരും ഇപ്പം നാട്ടിൻ പുറത്തുള്ളവരായി കഴിഞ്ഞാലും അയ്യോ മോനെ അവിടെ അറിയരുത്, അയ്യോ മോനെ അത് ചെയ്യരുത്, ഇത് കുട്ടികളുടെ ഫ്രീ ആയിട്ട് വിടുക, കുട്ടികളെ എൻജോയ് ചെയ്യിപ്പിക്കുക. അതാണ് എനിക്ക് ഈ വീഡിയോയിൽ കൂടി പറയാനുള്ളത്. അതുപോലെ തന്നെ കുട്ടികൾ മൊബൈലിൽ കൂടുതൽ സമയം മൊബൈൽ കൊടുക്കാതിരിക്കുക. ഒരു ദിവസം അരമണിക്കൂർ, രാവിലെ ഒരു അരമണിക്കൂർ കൊടുക്കുക, രാത്രി ഒരു അരമണിക്കൂർ, അങ്ങനെ മാത്രം. തീരെ കൊടുക്കരുതെന്ന് ഞാൻ പറയുന്നില്ല, കാരണം കുട്ടികൾ ഇന്നത്തെ ഗെയിംസും എല്ലാം കുട്ടികളും അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് തന്നെ കൊടുക്കരുതെന്ന് പറയുന്നില്ല, പക്ഷേ ഒരു സമയപരിധിയിൽ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ. സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.